നമസ്കാരം. ഇന്ന് ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണ്. കാരണം ചൈനയെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു വമ്പൻ കരാർ വന്നിരിക്കുകയാണ്. ഒരു കാലത്ത് ആണവ സാങ്കേതിക വിദ്യയുടെ പേരിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി നമ്മളെ തളർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ലോകത്തെ തന്നെ വൻ ശക്തികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു കരാറിന്റെ കഥയല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഊർജം പകരാൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ യുറേനിയം വിതരണക്കാരായ കസാക്കിസ്ഥാനെ നമ്മുടെ തന്ത്രപരമായ പങ്കാളിയാക്കി മാറ്റിയ ഒരു മഹാവിജയത്തിന്റെ കഥയാണ്. ചൈനയെ പോലുള്ള അയൽ രാജ്യങ്ങൾ അമ്പരപ്പോടെ നോക്കി നിൽക്കെ ഭാരതം എങ്ങനെയാണ് ആഗോള ആണവ ഭൂപടത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഗോള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയും കസാക്കിസ്ഥാനും തമ്മിലുള്ള പുതിയ യുറേനിയം വിതരണ കരാറിനെ കുറിച്ചാണ്. ലോകത്തിലെ ആകെ യുറേനിയം ഉൽപാദനത്തിന്റെ 40% കൈയാളുന്ന കസാക്കിസ്ഥാന്റെ ദേശീയ കമ്പനിയായ കസാറ്റോം പ്രോം ഇന്ത്യക്ക് വൻതോതിൽ ഇന്ധനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതൊരു സാധാരണ കരാറല്ല. കമ്പനിയുടെ ആകെ ആസ്തിയുടെ 50% മൂല്യം വരുന്ന ഈ വമ്പൻ കരാറിന് അംഗീകാരം നൽകാൻ അവർക്ക് പ്രത്യേക ഷെയർ ഹോൾഡർ യോഗം തന്നെ വിളിക്കേണ്ടി വന്നു. 92.9% വോട്ടുകളോടെയാണ് ഈ നീക്കം അംഗീകരിക്കപ്പെട്ടത് എന്നത് ഇന്ത്യയോടുള്ള ആ രാജ്യത്തിന്റെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ അറ്റോമിക് എനർജി വിഭാഗം നടത്തിയ അതിശക്തമായ നയതന്ത്ര നീക്കങ്ങളുടെ ഫലമായിട്ടാണ് ഇത്. നമ്മൾ ഇത്രയും നേരം യുറേനിയത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ എന്താണ് ഈ യുറേനിയം? ഇതൊരു സ്വർണമോ വെള്ളിയോ പോലെയുള്ള വിലപിടിപ്പുള്ള സാധനമാണോ? ആണെന്ന് പറയാം. പക്ഷേ ആഭരണം ഉണ്ടാക്കാനല്ല, മറിച്ച് നമ്മുടെ വീടുകളിൽ ബൾബ് കത്താനുള്ള പവർ ഉണ്ടാക്കാൻ ഇതൊരു മാജിക് ലോഹമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ ഒരു വലിയ തെർമൽ പവർ പ്ലാന്റിൽ ടൺ കണക്കിന് കൽക്കരി കത്തിച്ച് ഉണ്ടാക്കുന്ന അത്രയും വൈദ്യുതി വെറും 1 കിലോ യുറേനിയം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് 15,000 കിലോ കൽക്കരി ഒരു വശത്ത്, വെറും 1 കിലോ യുറേനിയം മറുവശത്ത്. ഇതിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വെയിലും കാറ്റും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ യുറേനിയം? അവിടെയാണ് കാര്യം. സൗരോർജം പകൽ മാത്രമേ കിട്ടൂ, കാറ്റാടി യന്ത്രങ്ങൾ കാറ്റുള്ളപ്പോൾ മാത്രമേ കറങ്ങൂ. എന്നാൽ ഒരു ആണവ നിലയം തുടങ്ങിയാൽ മഴയായാലും വെയിലായാലും 24 മണിക്കൂറും തടസ്സമില്ലാതെ വൈദ്യുതി തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മെട്രോ ട്രെയിനുകളും വമ്പൻ ഫാക്ടറികളും ആശുപത്രികളും തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ഇത്തരം സ്ഥിരതയുള്ള ഊർജം അത്യാവശ്യമാണ്. ഇന്ത്യയുടെ പക്കൽ തോറിയം എന്ന ലോഹം വൻതോതിലുണ്ട്. ഭാവിയിൽ തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇന്ന് യുറേനിയം കൂടിയേ തീരൂ. അതായത് വരും തലമുറയുടെ ഊർജ സുരക്ഷയ്ക്കുള്ള ഒരു നിക്ഷേപമാണ് ഈ കരാറുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം യുറേനിയത്തിന് വേണ്ടി ലോകരാജ്യങ്ങളുമായി കൈകോർക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ നടത്തിയ ഓരോ ആണവ കരാറുകളും നമ്മുടെ നാളത്തെ പ്രകാശത്തിന് വേണ്ടിയുള്ളവയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ചൈന ഭയപ്പെടുന്നു എന്നതാണ്. ഈ കരാർ ചൈനയ്ക്ക് നൽകുന്നത് വലിയൊരു തിരിച്ചടിയാണ്. ചൈനയും തങ്ങളുടെ ആണവ നിലയങ്ങൾക്കായി കസാക്കിസ്ഥാനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ കസാക്കിസ്ഥാൻ തങ്ങളുടെ സിംഹഭാഗം യുറേനിയവും ഇന്ത്യക്ക് നൽകാൻ കരാറായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന്റെ ലഭ്യത കുറയും. ഇത് ചൈനയുടെ ഊർജ പദ്ധതികളെ താളം തെറ്റിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യ കൃത്യസമയത്ത് നടത്തിയ ഈ കരുനീക്കം ആഗോള രാഷ്ട്രീയത്തിൽ ഭാരതത്തിന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയ്ക്ക് ഇന്ത്യയുടെ ആണവ നയങ്ങളിൽ ഉണ്ടായ മാറ്റം അത്ഭുതകരമാണ്. 2014 NDA സർക്കാർ അധികാരത്തിൽ വന്നതോടെ ആണവോർജം എന്നത് വെറുമൊരു വൈദ്യുതി സ്രോതസ് എന്നതിലുപരി രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി മാറി. അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ആഗോള സഹകരണമാണ്. മുൻപ് ഇന്ത്യക്ക് മേൽ ഉണ്ടായിരുന്ന പല നിയന്ത്രണങ്ങളെയും നയതന്ത്രപരമായി മറികടക്കാൻ നമുക്ക് സാധിച്ചു. USA, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം പുതുക്കിയതിലൂടെ സാങ്കേതിക വിദ്യയും ഇന്ധനവും തടസ്സമില്ലാതെ ഇന്ത്യയിലേക്ക് ഒഴുകി. ഓസ്ട്രേലിയയിൽ നിന്ന് യുറേനിയം വാങ്ങാനുള്ള തടസ്സങ്ങൾ നീക്കിയത് ഈ സർക്കാരിന്റെ വലിയൊരു വിജയമായിരുന്നു. അടുത്തത് റഷ്യയുമായുള്ള ദൃഢബന്ധമാണ്. കൂടംകുളം ആണവ നിലയത്തിന്റെ വിപുലീകരണം റഷ്യയുമായുള്ള സഹകരണത്തിലൂടെ അതിവേഗം പൂർത്തിയാക്കി. ദക്ഷിണേന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കൂടംകുളം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. റഷ്യൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നൈപുണ്യവും ചേർന്നപ്പോൾ ലോകം കണ്ടത് മികച്ചൊരു മാതൃകയാണ്. അടുത്തതായി ആഭ്യന്തര ഉൽപ്പന്നത്തിലെ കുതിപ്പാണ്.
വിദേശ സഹായം തേടുന്നതിനൊപ്പം തന്നെ ഇന്ത്യ സ്വന്തം നിലയിൽ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഗുജറാത്തിലെ കാക്രപ്പാറയിൽ 700 മെഗാവാട്ട് ശേഷിയുള്ള പൂർണ്ണമായും ഇന്ത്യൻ നിർമ്മിതമായ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകൾ വിജയകരമായി കമ്മീഷൻ ചെയ്തത് ഇതിന് ഉദാഹരണമാണ്. ഇത് മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്താണ് കാണിക്കുന്നത്. പിന്നീട് പറയാനുള്ളത് തോറിയം യുഗത്തിലേക്കുള്ള ചുവടുവെപ്പിനെ കുറിച്ചാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നേട്ടം കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണ്. ലോകത്ത് ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി. നമ്മുടെ രാജ്യത്ത് തോറിയം നിക്ഷേപം ധാരാളമുണ്ട്. യുറേനിയം ഉപയോഗിച്ച് തുടങ്ങുന്ന നമ്മുടെ ആണവ പദ്ധതിയുടെ 2ാം ഘട്ടം വിജയകരമാകുന്നതോടെ തോറിയം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഇന്ത്യയെ വരും നൂറ്റാണ്ടുകളിൽ ഊർജത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ തന്നെ പവർ ഹൗസ് ആക്കി മാറ്റും. തീർച്ചയായും ഭാരതം ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ നേതാവിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയം മറന്ന് ചിന്തിച്ചാൽ ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയെ ഒരു വൻ ശക്തിയാക്കാൻ അദ്ദേഹം നടത്തിയ ഓരോ നീക്കവും വിസ്മയകരമാണ്. മേക്ക് ഇൻ ഇന്ത്യ വഴി ആണവ സാങ്കേതിക വിദ്യയിൽ നമ്മെ സ്വയം പര്യാപ്തരാക്കിയതും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദം ഉറപ്പിച്ച് കേൾപ്പിച്ചതും ഈ സർക്കാരിന്റെ വലിയ നേട്ടമാണ്. ഒരു കാലത്ത് നമ്മെ അകറ്റി നിർത്തിയവർ ഇന്ന് ഇന്ത്യയുടെ സഹകരണം തേടി വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ 10 വർഷത്തെ കഠിനാധ്വാനമുണ്ട്. കസാക്കിസ്ഥാനുമായുള്ള ഈ കരാർ ഒരു തുടക്കം മാത്രമാണ്. ആകാശത്തോളം ഉയരുന്ന സ്വപ്നങ്ങളും അത് യാഥാർത്ഥ്യമാക്കാനുള്ള മോദി സർക്കാരിന്റെ കരുത്തുറ്റ നേതൃത്വവും ചേരുമ്പോൾ ഭാരതം ലോകത്തിന്റെ പവർ ഹൗസ് ആയി മാറുമെന്നതിൽ സംശയമില്ല. ഭാരതത്തിന്റെ ഈ വിജയത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം.